ചേട്ടനകത്തുണ്ട്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു പെയിന്റിംഗ് പണിക്കാനായിട്ടൊക്കെ പ്രേമോന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ കൊല്ലും. ഒന്ന് ഇറങ്ങി പൊയ്ക്കേ ഇവിടുന്ന്. ഇപ്പൊ നിനക്ക് പെയിന്റ് പണിക്കാരോട് പുച്ഛം അല്ലേടി? എടി ഈ നൈറ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തതല്ലേടി? കണ്ട പടത്തുമ്പോ വവ്വാല് തൂങ്ങി ആടുന്ന പോലെ ഞാൻ പെയിന്റ് അടിച്ച് കിട്ടിയ കാശ് കൊണ്ട് ഞാൻ മേടിച്ചെന്ന നൈറ്റ് അല്ലേടി ഇത്? നിങ്ങളുടെ വാജ് പഠിക്കാതെ ഒന്ന് ഇറങ്ങി പൊയ്ക്കേ ഇങ്ങോട്ട്. അയ്യോ വള, ഞാൻ വാങ്ങി തന്ന വള, ഞാൻ പുട്ടി ഉരച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് ഞാൻ വാങ്ങി തന്ന വള. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒറ്റ ചവിട്ട് വെച്ചേരും. പാൽസരം എന്റെ അമ്മയുടെ അത്തച്ചിട്ടി പിടിച്ച കാശ് കൊണ്ട് ഞാൻ മേടിച്ചെന്ന പാൽസരടി. ഒന്ന് നിർത്താവോ? കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ പിരിഞ്ഞതല്ലേ? പിന്നെ എന്തിനാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? പറയടോ. എടേ 3-3.5 വർഷം നീ പപ്സും ജ്യൂസും ഷവർമയും ഷെയ്ക്കും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു. ഇപ്പൊ ഞാൻ നിനക്ക് എടോ. അതൊക്കെ എന്റെ ഒരു ബാലചാബല്യോട്ട് അങ്ങോട്ട് കരുതിയാ മതി. 35 വയസ്സിലാണോ നിനക്ക് ബാലചാബല്യം? നമസ്കാരം മാഷെ. മാഷെ, ഞാൻ 10D പഠിക്കണം മനോഹരന്റെ അമ്മയാണ്. വാവ ഇരിക്കൂല, കിടക്കണെ തൊട്ടി കിടത്തിട്ട് കൊണ്ടുവന്നിട്ടില്ല. അതല്ല വന്നിരിക്കാനാണ് പറഞ്ഞത്. മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി. എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ? മനോഹരന് ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയേ. ഒരു 1500 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 1500 കുട്ടികള് ഇത്രയും മെനകെട്ട ഒരു ചെക്കൻ ഇവരെങ്ങനെയാണ് നിങ്ങൾ വളർത്തുന്നത്? അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കും. 10 മണിക്ക് പുട്ടും മുട്ടക്കറി, ഉച്ചക്ക് ചോറ് മീൻ വറുത്തത്, വൈകുന്നേരം 3 മണിക്ക് ചായ ചെറുകടി, രാത്രി കഞ്ഞി ചുട്ട പപ്പടും. ഇത്രയും കൊടുത്താണ് ഞാൻ എന്റെ കൊച്ചിനെ വളർത്തുന്നത്. അവനെ ഇതൊന്നും കൊടുത്തല്ല വളർത്തേണ്ടത്. പിന്നെ നല്ല പച്ച പുല്ല് വേണം കൊടുക്കാനായിട്ട്. പുല്ല പോത്തണവൻ തനി പോത്ത്. ഉള്ള കാര്യം പറയാലോ, മനോഹരനെ പോലൊരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട മാഷ, ഞങ്ങൾ ടീസിയും കൊടുത്തു വിട്ടേക്ക്. എന്തിനാണ് നമ്മുടെ സ്കൂളിൽ വെറുതെ ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങനെ കുറെ എണ്ണം? ഇത് ആരുടെ കാര്യമാണ് ഈ പറഞ്ഞത്? അല്ല, മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു. മനോഹരനെ പോലെ വേറെ ആണ്ട് കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്. മനോഹരന്റെ കാര്യം, നിങ്ങളുടെ കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ. 5 പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ? ഏയ് ഇല്ല ഇല്ല. പിന്നെ ഒരു 4. അതുമില്ല. പിന്നെ 3 പറയോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു 2 അത് പറയും. അത് മതിയായിരുന്നു. 5 പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാവുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലകുറിച്ച് നടക്കാൻ പറ്റണില്ല. എന്റെ കുറ്റ? പിന്നെ എന്റെ കുറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും? 5 പിള്ളേരുടെ അമ്മ. ഓ, ദേ നോക്ക്, അവർക്കൊക്കെ 2 ഉള്ളൂ. നമുക്കും അത് മതി എന്ന് വെച്ച് 3 കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട. യമുന വരുമ്പോ നമുക്ക് 2 പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. 3 പേരെ മുറിയിലിട്ട് പൂട്ടാം. കൗസു മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര. കുടിക്കാൻ വില കുറഞ്ഞത് എന്താ ഉള്ളത്? ലൈം ജ്യൂസ് ഉണ്ട് ചേച്ചി. എത്ര റിയാലാ? 4 റിയാൽ. ആ, എന്നാ ഓക്കെ, ഒരു ലൈം ജ്യൂസ്. സ്ട്രോ വേണോ? സ്ട്രോയ്ക്ക് എത്രയാ? സ്ട്രോ ഫ്രീ ആണ്. ആണോ? എന്നാ ലൈം ജ്യൂസ് വേണ്ട, സ്ട്രോ മതി.